ഹലോ സുഹൃത്തുക്കളെ, വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് കോട്ടയത്ത് നിന്ന് കണ്ണൂരിലേക്കാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ. അപ്പോൾ അതിനുള്ളിലെ യാത്രാ അനുഭവങ്ങളും കാഴ്ചകളും നിങ്ങൾക്കായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നു. നിങ്ങൾ പ്ലീസ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് എ ലോട്ട്. അങ്ങനെ കോട്ടയത്ത് നിന്ന് ഞങ്ങൾ രണ്ടുപേരും യാത്ര തിരിക്കുകയാണ്. 7:21 ട്രെയിൻ വരുന്നത്. എനിക്ക് തോന്നുന്നത് ഷാർപ്പ് ടൈം തന്നെയാണ്. ഇതാ നമ്മുടെ വന്ദേ ഭാരത്. ഒരു പാമ്പാടി രാജൻ്റെ തലകെടുപ്പോടുകൂടി ഇതാ വന്ദേ ഭാരത് എക്സ്പ്രസ് വന്നിരിക്കുകയാണ്. കോട്ടയത്ത് 5 മിനിറ്റോളം സമയമുണ്ട്. അപ്പോൾ പാസഞ്ചേഴ്സിന് കയറുവാനും ഇറങ്ങുവാനും ഒക്കെയുള്ള ടൈമുണ്ട്. പിന്നെ അധികം തിരക്കുമില്ല. ഒത്തിരി ലഗേജുകളൊന്നും ആരും വലിച്ച് കയറുന്നതായിട്ട് കാണുന്നില്ല. കാര്യം ഒന്നാമത് പാസഞ്ചർ പിന്നെ ചെയർ കാർസ് ആണല്ലോ, അപ്പോൾ അതിനകത്ത് അധികം ലഗേജുകളൊന്നും കണ്ടില്ല. പിന്നെ ഇവിടുന്ന് എറണാകുളം ടൗണാണ് അടുത്ത സ്റ്റേഷൻ. 1 മണിക്കൂർ അടുത്ത് സമയം എടുക്കും അവിടെ ചെല്ലുവാനായിട്ട്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല നീറ്റായിട്ട് തന്നെ അവർ കൊണ്ട് തന്നു. അതിന് സെർവ് ചെയ്യാനുള്ള അറ്റൻഡേഴ്സ് ഉണ്ട്. നമ്മൾ എഗ് ഐറ്റംസാണ് ഓർഡർ ചെയ്തുകൊണ്ട് എഗ് ഓംപ്ലേറ്റും ഫ്രൂട്ട്സിൻ്റെ ഒരു ബൗളും മിക്സ് ഫ്രൂട്ട്സ്, പിന്നെ മാഷ് പൊട്ടറ്റോയുടെ ഒരു ബനാന, പിന്നെ കോഫി ടീ ഒക്കെ ആവശ്യത്തിന്, വാട്ടർ ബോട്ടിൽ എല്ലാം ഉണ്ട്. അതെല്ലാം നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആണല്ലോ. ഒരു ഫ്ലൈറ്റിൽ എങ്ങനെ ട്രാവൽ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ഫുഡ് അതുപോലെ തന്നെയാണ് അവർ നമുക്ക് സെർവ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എറണാകുളം ടൗണിൽ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ധാരാളം യാത്രക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് യാത്രക്കാർ അവിടുന്ന് കയറുന്നതുമുണ്ട്, ഇറങ്ങുന്നുമുണ്ട്. ആ യാത്രക്കാരോടൊപ്പം മലയാളത്തിലെ അതിപ്രശസ്തനായ ഒരു ഗായകനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ശ്രീ മധു ബാലകൃഷ്ണനും ഭാര്യയും കുട്ടികളും. അവരോട് കുറേ നേരം ഞങ്ങൾക്ക് സംസാരിക്കുവാനുള്ള സമയം കിട്ടി. കുറേ സമയം സംസാരിച്ചു. വളരെ പഴയകാല പരിചയം പോലെ ഞങ്ങളോട് സംസാരിച്ചു. പ്രത്യേകിച്ച് അതിൻ്റെ ഭാര്യ ഒരുപാട് ഓപ്പണായിട്ട് ഒത്തിരി സംസാരിച്ചു. ഞങ്ങൾക്ക് ഏതായാലും വളരെ ഇഷ്ടപ്പെട്ടു ആ ഒരു യാത്ര. കോട്ടയത്ത് നിന്ന് വന്ദേ ഭാരത് യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ ഒരു പുതുമയാർന്ന യാത്രാനുഭവം. വേഗത, വൃത്തിയുള്ള കോച്ചുകൾ, സുഖപ്രദമായ ഇരിപ്പിടങ്ങൾ, മനോഹരമായ കേരള കാഴ്ചകൾ എല്ലാം ചേർന്ന് യാത്രയെ കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നു. ഞങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ കണ്ണൂരിൽ എത്തിച്ചേർന്നു. അവിടുന്ന് കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ നേരെ ചെമ്പേരിക്കാണ്. കണ്ണൂർ ജില്ലയിലെ മലനിരകളാൽ ചുറ്റപ്പെട്ട ശാന്തമായ ഗ്രാമമാണ് ചെമ്പേരി. ഈ ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്താണ് അവർ ലേഡി ഓഫ് ലൂർഡ്സ് ബസലിക്ക സ്ഥിതി ചെയ്യുന്നത്. വടക്കൻ കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ഈ ദേവാലയം 2024 ബസലിക്ക പദവി നേടിയിരുന്നു. ചെമ്പേരിലെത്തുമ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് ദേവാലയത്തിൻ്റെ ഭംഗിയാർന്ന ശില്പകലയും ചുറ്റുമുള്ള പച്ചപ്പുമാണ്. മലബാർ കുടിയേറ്റത്തിൽ ചരിത്രവുമായി ബന്ധപ്പെട്ട ഈ പള്ളി പതിറ്റാണ്ടുകളായി വിശ്വാസികളുടെ ആത്മീയ ആശ്രയ കേന്ദ്രമായി തുടരുന്നു. ദേവാലയത്തിനുള്ളിലെ ശാന്തമായ അന്തരീക്ഷം മനസ്സിന് പ്രത്യേക സമാധാനം നൽകുന്നു. എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ആളുകൾ ഇവിടെ എത്തി പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥം തേടുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഫെബ്രുവരിയിൽ നടക്കുന്ന തിരുനാൾ ആയിരക്കണക്കിന് തീർത്ഥാടകരെ ആകർഷിക്കുന്നു. സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയം ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയാണ്. മലനിരകൾ, ഗ്രാമീണ കാഴ്ചകൾ, പ്രകൃതി സൗന്ദര്യം, ആത്മീയ യാത്രയും പ്രകൃതി ആസ്വാദനവും ഒരുമിച്ച് അനുഭവിക്കാൻ അനുയോജ്യമായ കേന്ദ്രം. ചെമ്പേരി ബസലിക്ക ഒരു ദേവാലയം മാത്രമല്ല, വിശ്വാസത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും പ്രകൃതി ഭംഗിയുടെയും മനോഹര സംഗമമാണ്. ഇവിടെ ചെലവഴിക്കുന്ന കുറച്ച് മണിക്കൂറുകൾ പോലും മനസ്സിൽ നീണ്ടു നിൽക്കുന്ന അനുഭവമായി മാറും. ചെമ്പേരി ബസലിക്ക സന്ദർശിക്കുമ്പോൾ ആത്മീയതയും പ്രകൃതി ഭംഗിയും ഒരുമിച്ച് അനുഭവിക്കാം. കൊമ്പിൽ കിലുക്കും കെട്ടി പുള്ളറിഞ്ഞ പന്തുരുത്തി ലാടം വെച്ച കുഞ്ഞിക്കുളം പഠിച്ചോടിക്കോകാളെ മാടിക്കാളെ